സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം 24 വാക്യം 12. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കയില്ലയോ? തൊട്ടു മുൻപിലത്തെ വാക്യത്തിന്റെ തുടർച്ചയായുള്ള ഒരു വാക്യമാണിത്. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് എനിക്കത് അറിയില്ലെന്ന് ദൈവത്തോട് ഒഴിവ് പറയുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. നാം ആത്മീയ ജീവൻ പ്രാപിച്ചത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവിക ദാനമായി തൻ്റെ പുത്രനെ കൈക്കൊണ്ടതിനാൽ കൃപയാൽ ദൈവം അത് നൽകി. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും തുടങ്ങിവെച്ച 1-ാം നൂറ്റാണ്ട് മുതൽ ലോകമെമ്പാടും തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ രക്ഷാദാനത്തെക്കുറിച്ച് ഏതോ വ്യക്തി മുഖേനയാണ് നാം അറിഞ്ഞതും. അതൊരു പക്ഷേ പ്രസംഗത്തിലൂടെയാകാം, പുസ്തകത്തിലൂടെയാകാം, പാട്ടിലൂടെയാകാം, മറ്റേതെങ്കിലും വിധത്തിലാകാം. അതിൻ്റെ പിന്നിൽ ദൈവം ചില വ്യക്തികളെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് അനുഭവിച്ച നിമിഷം തുടങ്ങി നാം ഓരോരുത്തരും ഈ നിയോഗത്തിൻ്റെ ഭാഗമാവുകയാണ്. എങ്ങനെ ഈ ദൗത്യം നമുക്കാവോളം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണം, അതിനായി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ ഒരുപോലെയല്ല. മറ്റൊരാൾ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നോർത്ത് നിരാശപ്പെടരുത്. ആരുമായും താരതമ്യം ചെയ്യുകയും അരുത്. എന്നാൽ നല്ല കാര്യങ്ങൾ പകർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയും വേണം. ദൗത്യം ഏൽപ്പിച്ചത് ക്രിസ്തുവാണെന്നോർത്താൽ മതി. അവിടുന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ഏതൊരാൾക്കും തെറ്റ് പറ്റാമെന്നതിനാൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താൻ തയ്യാറാവുക. നമ്മെ ആദരിക്കുന്നതും പ്രതിഫലം തരുന്നതും ദൈവമാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. ചെയ്യാതിരുന്നാൽ കണക്ക് കൊടുക്കണം എന്നതുപോലെ ചെയ്താൽ പ്രതിഫലവും ഉണ്ടാകും. ഈ ലോകത്തിൽ ഭോഷനെന്നോ യുക്തിഹീനനെന്നോ മനുഷ്യർ പേര് വിളിച്ചാലും ദൂതന്മാരുടെ നടുവിൽ ദൈവം ആദരിക്കുന്ന ഒരു ദിവസം വരുന്നു. ആകയാൽ മറ്റെല്ലാം മറന്ന് നല്ല ദാസനെ എന്ന ദൈവ വിളിക്കായി ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.